പ്രകടന പത്രികകൾ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്ന പൊതുധാരണയ്ക്ക് മാറ്റം വരുത്തിയ സമീപകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. കേരളത്തിൽ രണ്ട് പിണറായി വിജയൻ സർക്കാരും ഇലക്ഷൻ സമയത്ത് LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ എത്രമാത്രം നടപ്പിലാക്കി എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ജനങ്ങളുടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതാണ് എന്ന നിലപാടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രധാന മുദ്രാവാക്യമായി വയ്ക്കുന്നത്. കോൺഗ്രസ് നേരത്തെയൊക്കെ കേരളത്തിൽ ആ പ്രകടന പത്രികയെ പാടെ മറന്ന് മറ്റുള്ള ക്ഷേമവികസന പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകാറുണ്ടെങ്കിലും കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ ജനങ്ങളോട് പറഞ്ഞത് ചെയ്തു കാണിച്ച ആ അനുഭവ സമ്പത്തുമായാണ് കേരളത്തിൽ ഇക്കുറി UDF അവരുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് കർണാടകയെയും തെലങ്കാനയെയും സാക്ഷിയാക്കി അവർ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ പ്രകടന പത്രികയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. BJPയും പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തായാലും അധികാരത്തിലേക്ക് എത്താനുള്ള വിദൂര സാധ്യത പോലും ഇല്ല എന്നുള്ളത് കൊണ്ട് BJPയുടെ പ്രകടന പത്രിക നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കേരളത്തിൽ BJP അധികാരത്തിലെത്തില്ല എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രകടന പത്രികയ്ക്ക് പുറമെ നിയമത്തിന് വേണ്ടി മാത്രമായി രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. നിയമത്ത് അദ്ദേഹം ജയിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നിയമത്തിന് മാത്രമായ ഒരു പ്രകടന പത്രിക. അങ്ങനെ BJP ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികൾ പുറത്തിറക്കുന്ന പ്രകടന പത്രിക അത് മാത്രമാണ് എന്തെങ്കിലും ചർച്ചയ്ക്ക് പോലും പ്രസക്തിയുള്ളത് എന്നിരിക്കെ നമ്മൾ സംസ്ഥാന തലത്തിൽ മുന്നണികൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ UDFൻ്റെയും LDFൻ്റെയും പ്രകടന പത്രികകൾ പരിശോധിക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ ആർക്കാകും കഴിയുക എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. LDFും UDFും ഒരു കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറയുന്നത് ഒരേ വാഗ്ദാനമാണ്. അത് പെൻഷൻ്റെ കാര്യത്തിലാണ്. ഞങ്ങൾ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും എന്ന് LDFും പറയുന്നു, UDFും പറയുന്നു. LDFിനെ സംബന്ധിച്ചിടത്തോളം 600 രൂപയായിരുന്ന UDF കാലത്തെ പെൻഷൻ 2000 രൂപയിലെത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. 10 വർഷം കൊണ്ട് 1400 രൂപയുടെ വർധന പെൻഷൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3000 രൂപ എന്നുള്ള പെൻഷൻ ഞങ്ങൾ നൽകും എന്ന് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസയോഗ്യമായി മാറുന്നതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ കാരണം. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും പെൻഷനിൽ വലിയ വർധനയുണ്ടാക്കും എന്ന് ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാനം വച്ചിരുന്നതാണ്. പക്ഷേ ആ വാഗ്ദാനം ജനം കേൾക്കാതെ പോയി. ഇക്കുറി ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങൾ ഈ പ്രകടന പത്രികയ്ക്ക് മുമ്പേ തന്നെ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. അതുപോലെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വകുപ്പ് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ. ഈ വകുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വകുപ്പ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി ഈ പ്രായമായവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അത് അത്രയ്ക്ക് മോശമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ പാടെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ പ്രായമായവർ എന്ന് കരുതാവുന്ന സാഹചര്യവുമല്ല. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയൊക്കെ അവർക്ക് കരുതൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ ഇവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ പ്രകടന പത്രികകൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ LDF ഈ 3000 രൂപയായി പെൻഷൻ ഉയർത്തുമെന്ന് പറഞ്ഞതല്ലാതെ ആളുകളെ എന്തെങ്കിലും കാണിച്ച് ഈ സൗജന്യങ്ങൾ നൽകി പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് പ്രകടന പത്രിക നോക്കുമ്പോൾ വ്യക്തമാണ്. പിന്നീട് അവർ പ്രധാനമായി പറഞ്ഞത് വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, വീട്ടമ്മമാർക്ക് കളത്തിലിറങ്ങി പണം സമ്പാദിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നതാണ്. കുടുംബശ്രീയും ഈ ഹരിത കർമ്മസേനയും ഒക്കെ ഉള്ള മാതൃകകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നത് കൂടുതലായി ജനം വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളെന്നല്ല, ഈ നാട്ടിലെ ജനങ്ങളൊക്കെയും ഏത് സംസ്ഥാനമായാലും സൗജന്യങ്ങളെന്ന് കേൾക്കുമ്പോൾ വല്ലാതെ അതിൽ ആകൃഷ്ടരാകുന്ന മനുഷ്യരാണ്. അത്തരം ചില സൗജന്യങ്ങൾ UDF പ്രഖ്യാപിക്കുമ്പോൾ അതിന് പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാനുള്ള കരുത്തുണ്ട് എന്ന് കരുതിയാൽ അതിനെ കുറ്റം പറയാനാകില്ല. ഇപ്പോൾ KSRTC ബസ്സിൽ എവിടെ വേണമെങ്കിലും പോകാം സൗജന്യമായി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരിൽ ഒരു 70% വനിതകളാണ്. പുരുഷന്മാർ അധികവും 2 വീലറിലും കാറിലും ഒക്കെ പോകുമ്പോൾ വനിതകളിൽ 70% ഇപ്പോഴും ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ്. അവർക്ക്
സൗജന്യമായി എവിടെ വരെ വേണമെങ്കിലും പോകാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ ഈ ക്യാമ്പയിനുമായി വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ടൂർ വേണമെങ്കിലും പോവാം എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് വയനാട്ടിലും ഇടുക്കിയിലും കാസർഗോട്ടും ഒക്കെ ഈ ബസ്സിൽ കയറി പോകാം സൗജന്യമായി എന്ന് വച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്ന വനിതകൾ ഉണ്ടാകും. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള ചിന്തയൊക്കെ രണ്ടാമത്തേതാണ്. ഇപ്പോൾ ഞങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയില്ലേ, തെലങ്കാനയിൽ നടപ്പിലാക്കിയില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഖ്യകക്ഷി ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അത് നടപ്പിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാമെങ്കിലും കേരളത്തിലെ KSRTCയെ സംബന്ധിച്ചിടത്തോളം 70% വരുന്ന വനിതാ യാത്രക്കാർ സൗജന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ KSRTCയുടെ നിലനിൽപ്പ് എന്താകും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. പക്ഷേ ആ ചോദ്യമൊക്കെ പിന്നീടത്തേതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് വനിതകൾക്ക് സൗജന്യ യാത്ര നടത്താം എന്നൊരു വാഗ്ദാനം വച്ചാൽ അത് കുറേ പേരെയെങ്കിലും ആകർഷിക്കും. നിഷ്പക്ഷ വോട്ടർമാരിൽ 1%-എങ്കിലും അത് ചലിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസാണ്. ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും ഈ ഇൻഷുറൻസ് ഏജൻസിക്ക് ആ ഒരു കുടുംബത്തിൻ്റേതായി സർക്കാർ നൽകേണ്ടി വരും. നമുക്കിപ്പോൾ സാധാരണ ഒരു കുടുംബത്തിന് 4 പേരുള്ള ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടണമെങ്കിൽ മിനിമം 20,000 രൂപ കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ആ അവസ്ഥയിൽ ഇപ്പോൾ സർക്കാർ ഒരു നോഡൽ ഏജൻസിയെ അതിനകത്ത് ഏർപ്പാടാക്കിയാൽ പോലും 10,000 രൂപയെങ്കിലും സർക്കാരിന് ഒരു കുടുംബത്തിൻ്റെ പേരിൽ ചെലവുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ പിന്നീടുള്ള കാര്യമാണ്. ഇപ്പോൾ അത് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നു എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. 1000 രൂപ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് കിട്ടുന്നു, ഒരു പോക്കറ്റ് മണി പോലെ കിട്ടാൻ പോകുന്നു, ബസ്സിൽ സൗജന്യ യാത്ര കിട്ടാൻ പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരം UDF അധികാരത്തിൽ വന്നാൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയാണ്. അപ്പോൾ സൗജന്യങ്ങളുടെ പിന്നാലെ പോയാൽ അത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അധികാരത്തിലെത്തിയാൽ കേരളം പോലുള്ള ഒരു സാമ്പത്തിക നിലയിൽ അത്രയേറെ മെച്ചമല്ലാത്ത ഒരു സംസ്ഥാനത്തിന് അത് എത്രമാത്രം ഗുണകരമാകുമെന്നുള്ള ചോദ്യം ബാക്കിയുണ്ടെങ്കിലും ആ സൗജന്യങ്ങൾ ഒരു ചെറിയ പരിധി വരെയെങ്കിലും നിഷ്പക്ഷ വോട്ടർമാരെ ഷിഫ്റ്റ് ചെയ്താൽ അത് LDFന് ക്ഷീണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും LDF തങ്ങളുടെ പ്രകടന പത്രികയിൽ ഈ പെൻഷൻ പ്രായം ഉയർത്തുമെന്ന് പറയുന്നതല്ലാതെ സൗജന്യങ്ങൾ വാരിക്കോരി നൽകാൻ ഉള്ള വാഗ്ദാനങ്ങൾ നൽകുന്നില്ല എന്നതാണ്. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് 1000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതി അത് നടപ്പിലാക്കി കഴിഞ്ഞു. അതിൽ ഒരു ഗണ്യമായ വർധന, ഒരുപക്ഷെ അത് 2000 രൂപയായി ഉയർത്തിയേക്കുമെന്നുള്ള സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയം എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അതുണ്ടായില്ല. അതിനു പകരം വനിതകളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അത് കൂടുതൽ പേരെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ സജ്ജരാക്കി മാറ്റാനുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം 3000 രൂപ എന്നുള്ള വാഗ്ദാനം അത് 2000-ൽ എത്തിച്ച സർക്കാരിന് 3000-ൽ എത്തിക്കാൻ പ്രയാസമാകില്ല എന്ന് ജനം കണക്ക് കൂട്ടുമെന്ന് പറയുന്നു. പെൻഷൻ കിട്ടുന്നവരുടെ വോട്ടിൻ്റെ ഒരു 60%-എങ്കിലും LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ, ആ കുടുംബത്തിൻ്റെ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്താൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം സേഫ് സോണിലുള്ള കളിയായി മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പെൻഷൻ പ്രായം ഉയർത്താൻ രണ്ടുപേരും 3000 രൂപ എന്നുള്ള തുക പറയുമ്പോൾ അത് ക്രമാനുഗതമായി ഉയർത്തി 2000 രൂപയിലെത്തിച്ച സർക്കാരിനോട് അല്ലെങ്കിൽ ആ മുന്നണിയോട് ഒരു താല്പര്യം സ്വാഭാവികമായി ഇവർ വാക്ക് പാലിക്കുന്നവരാണ് എന്നുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.